രാജ്യാന്തര നിലവാരം, ഏറ്റവും ലാഭകരം, ആധുനിക ടെക്നോളജികൾ, A to Z ടൈപ്പ് സ്വിമ്മിംഗ് പൂൾ നിർമ്മാണത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്. കാരണം ഞാൻ PFC മുക്കം ഏതാണ്ട് ഈ മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ 40 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് എനിക്കുള്ളത്. പലരും എന്നോട് പറഞ്ഞിരുന്നു ഒരു സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണത്തിന്റെ ഒരു സമ്പൂർണ്ണ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ചെയ്യുകയാണ്. ഇത് സ്വിമ്മിംഗ് പൂളുകൾ 2 തരമുണ്ട്. നാച്ചുറൽ പൂൾ എന്ന് പറയും, അതുപോലെ കെമിക്കൽ പൂൾ എന്ന് പറയും. നാച്ചുറൽ പൂളിന് എപ്പോഴും കുടിവെള്ളത്തിൻ്റെ അതേ മികവായിരിക്കും കിട്ടുക. പിന്നെ നമുക്ക് ഇൻഫിനിറ്റി പൂൾ, ജെറ്റ് പൂള്, കോംബോ പൂള്, സ്കിമ്മർ പൂള്, അങ്ങനെ പല ടൈപ്പ് പൂളുകൾ കെമിക്കൽ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്കിമ്മർ ടൈപ്പ് പൂളിന്റെ ഒരു നിർമ്മാണ രീതിയാണ് ഞാൻ ഇവിടെ വിവരിച്ച് തരാൻ പോകുന്നത്. നിങ്ങൾ കാണുക, നിങ്ങൾ എല്ലാ സംശയവും. ഒരു പൂൾ പണിയാനുള്ള സ്ഥലം നിർണയിച്ചു കഴിഞ്ഞാൽ അളവിനനുസരിച്ച് ഭൂമി കട്ടു ചെയ്യുക എന്നതാണ് ആദ്യ നടപടി. ഇങ്ങനെ ചെയ്താൽ ഭിത്തിയുടെ ഘനം കുറയ്ക്കാവുന്നതാണ്. ഭൂമിയുടെ മുകളിൽ ഓപ്പണായി നിർമ്മിച്ചാൽ ചുമരുകളുടെ ഘനം കൂട്ടേണ്ടി വരും. അങ്ങനെ ഭൂമിയുടെ എക്സ്കാവേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിഭാഗം GSP ഇട്ട് നല്ല പോലെ ഉറപ്പിക്കുക എന്നതാണ്. ശേഷം ഇതിൻ്റെ മുകളിൽ ആവശ്യമായ സ്റ്റീൽ വർക്ക് ചെയ്യുന്നു. 2 ലെയറായിട്ട് വേണം സ്റ്റീൽ വർക്കുകൾ ചെയ്യാൻ. ആദ്യ ലെയർ ചെയ്തതിന് ശേഷം ആവശ്യമായ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യാവുന്നതാണ്. എല്ലാ സൈഡിലും ആവശ്യമായ ലോഡ് ബിയറിങ്ങിനുള്ള ബീംസ് കൊടുത്തിരിക്കണം. വലിപ്പത്തിനനുസരിച്ച് 15 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെ വാൾ തിക്നെസ് കൊടുക്കാവുന്നതാണ്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ കെമിക്കലുകൾ ചേർത്തിരിക്കണം. വൈബ്രേറ്റർ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. കോൺക്രീറ്റ് കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചുള്ള വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായും ചെയ്യണം. ഇത് ലീക്കിനെ ശക്തമായി പ്രതിരോധിക്കുന്നതാണ്. സൈഡ് വാളിനുള്ള സ്റ്റാർട്ടപ്പാണ് പിന്നീടുള്ള പണി. സൈഡ് വാളിൻ്റെ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഷട്ടറിങ് ഒഴിവാക്കാൻ ചുമരിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു സൈഡ് ഷട്ടർ ചെയ്താൽ മതി. വാൾ ഷട്ടറിങ് ചെയ്യുമ്പോൾ ആവശ്യമായ പ്ലംബിംഗ് വർക്കുകൾ അതിനോടൊപ്പം ചെയ്തിരിക്കണം. ശേഷം ചിലർ കോർ കട്ടിങ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താൽ ചോർച്ചയ്ക്ക് സാധ്യതകൾ കൂടും. വാൾ കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഷട്ടർ പൊളിച്ച് 2 കോട്ട് സുർക്കി മിശ്രിതം അതിന് നിർബന്ധമായും ചെയ്തിരിക്കണം. ശേഷം മിനിമം 7 ദിവസമെങ്കിലും നല്ല ക്യൂറിങ് കൊടുക്കണം. ശേഷം തറയും ചുമരും ഉണങ്ങിയ ശേഷം കെമിക്കൽ വാട്ടർ പ്രൂഫ് 2 കോട്ട് ചെയ്യണം. അതിനുശേഷം മിനിമം 48 മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം പ്ലാസ്റ്ററിങ് ചെയ്യാം. പ്ലാസ്റ്ററിങ് നിർബന്ധമായും SBR കോമ്പൗണ്ട് ചേർത്താണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ആവശ്യമായ പ്ലംബിംഗ്, ഇലക്ട്രിക് ഫിറ്റിങ്ങുകൾ ചെയ്തിരിക്കണം. ശേഷം നമുക്ക് സൗന്ദര്യത്തിനും ഇതിൻ്റെ ഭംഗിക്കും ഫിനിഷിങ്ങിനും വേണ്ടി ഫൈബർ അല്ലെങ്കിൽ ടൈല്, പെയിൻറ്റ്, ഇങ്ങനെ ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ടൈലാണ് ചെയ്യുന്നതെങ്കിൽ, കെമിക്കൽ പൂളാണ് നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നിർബന്ധമായും കെമിക്കൽ റെസിസ്റ്റൻ്റ് ടൈൽ തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം 2 വർഷത്തോടുകൂടി ടൈലിൻ്റെ ഇനാമലുകൾ ഇളകിപ്പോകാൻ തുടങ്ങും. അതുപോലെ ഗ്രേഡ് ഗം ഉപയോഗിച്ച് മാത്രമേ ടൈൽ ഫിക്സ് ചെയ്യാവൂ. ഒരേ യൂണിഫോമിൽ ആയിരിക്കണം ടൈലിൻ്റെ മുകളിൽ ഗമ്മുകൾ അപ്ലൈ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എല്ലാ കോർണറുകളും നമ്മൾ ഒരിക്കലും കോർണറായി ഇടാൻ പാടില്ല, റൗണ്ട് ചെയ്തിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളത്തിൻ്റെ പ്രഷർ വരുമ്പോൾ ലീക്കുകൾ അവിടെയാണ് ആരംഭിക്കുക. പിന്നീട് നമുക്ക് വരുന്നത് അപ്പോക്സി വർക്കാണ്. അപ്പോക്സി വർക്ക് നിർബന്ധമായും യാതൊരുവിധ മിക്സിങ്ങുകളും പാടില്ല, ഡയറക്റ്റായി തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം പൂളിനോട് ചേർന്ന് വരുന്ന പമ്പ് ഹൗസ്, ബാത്റൂംസ്, ഡ്രസ് ഏരിയ, ഡാൻസിങ് ഏരിയ ഉണ്ടെങ്കിൽ അതുപോലെ ഡെക്ക് ഏരിയ, ലാഡർ സെറ്റിങ്, ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് ചെയ്ത് ഫിനിഷാക്കാവുന്നതാണ്. ഇതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളം നിറയ്ക്കാവുന്നതാണ്. ഫിൽറ്റർ ചെയ്യാനുള്ള കെമിക്കലുകൾ വെള്ളത്തിൽ
ഇതിൻ്റെ ഗുണമേന്മ അനുസരിച്ച് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ വെള്ളം നല്ല കണ്ണാടി പോലെ ആക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പൂളിലേക്ക് നിറയ്ക്കുക എന്നാണ്. പിന്നീട് ഉപയോഗത്തിനനുസരിച്ച് തന്നിരിക്കുന്ന ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് വെള്ളം ടെസ്റ്റ് ചെയ്യുകയും ആവശ്യമായ കെമിക്കലുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ PFC മുക്കം. ഞാൻ എല്ലാവിധ സ്വിമ്മിംഗ് പൂളുകളും 30% വരെ ലാഭകരമായി നിങ്ങൾക്ക് ചെയ്യാം എന്നത് വ്യക്തമായി നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, താങ്ക്സ്.